ഇത് ഡെയിലി ഹീലിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം എന്താണെന്നും അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും അതിൻ്റെ അഭാവം മൂലം എന്തൊക്കെ രോഗങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്കുണ്ടാവാമെന്നും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഒരുപാട് കേട്ടിരിക്കും ഈ വൈറ്റമിൻ ഡിയെക്കുറിച്ച്. നമുക്കറിയാം, സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. പ്രതിരോധ ശേഷിക്കായും മസിലിൻ്റെയും എല്ലിൻ്റെയും പ്രവർത്തനത്തിനായും ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിനായും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. 2 തരത്തിലാണ് നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മളുടെ സ്കിന്നിലേക്ക് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിനെ വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. വളരെ കുറച്ച് ഭക്ഷണത്തിൽ മാത്രമേ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്, സൂര്യപ്രകാശമാണ്. അടുത്തത് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണുക എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒന്നാണ് കാൽസ്യം ഡെഫിഷ്യൻസി. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാൽസ്യം അബ്സോർബ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാൽസ്യത്തിൻ്റെ അളവും കുറയുന്നു. കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമുക്ക് ജോയിൻറ്റ് പെയിൻ അനുഭവപ്പെടാം, മസിൽ പെയിൻ അനുഭവപ്പെടാം. കാൽസ്യത്തിൻ്റെ ആഗിരണം കുറയുന്നത് മൂലം ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ്സ് പോലെയുള്ള നമ്മുടെ എല്ലുകൾ സോഫ്റ്റ് ആവുന്ന ഒരവസ്ഥയാണ്. മൃദുവാവുകയും അത് വളഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ എന്നീ കണ്ടീഷനുകൾ. അങ്ങനെയുള്ള കണ്ടീഷനുകളും ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കാണാറുണ്ട്. അടുത്തതാണ് മുടികൊഴിച്ചിൽ. നല്ല രീതിയിലുള്ളൊരു മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് തല മാത്രം വിയർക്കുന്ന അവസ്ഥ. കുട്ടികളിലായാലും മുതിർന്നവരിലായാലും തല മാത്രമായിട്ട്, പൊതുവേ നമ്മൾക്ക് എങ്ങനെയാണ് വിയർപ്പുണ്ടാകുന്നത്, നമ്മുടെ ശരീരം മൊത്തം വിയർക്കും. പക്ഷേ വൈറ്റമിൻ ഡിയുടെ അഭാവമാണെങ്കിൽ അത് തല മാത്രമായിട്ട് വിയർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം അനുഭവപ്പെടുക, ഒരു ഉന്മേഷക്കുറവ്, ഒന്നും തന്നെ ചെയ്യാൻ തോന്നില്ല, ഒരു ജോലിയും ചെയ്യാൻ തോന്നാത്ത ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കുറയുകയും പെട്ടെന്ന് തന്നെ രോഗം പിടിപെടുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ അഭാവം കാരണം ബ്രെയിനിൻ്റെ പ്രവർത്തനം നടക്കാതെ വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്ത ഒന്നാണ് ഉറക്കക്കുറവ്. നല്ല ക്വാളിറ്റിയിലുള്ളൊരു സൗണ്ട് സ്ലീപ്പ് നമുക്ക് ലഭിക്കില്ല. വൈറ്റമിൻ ഡിയുടെ അഭാവം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ലക്ഷണങ്ങൾക്കൊപ്പം ബ്ലഡിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണോ എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ബ്ലഡിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടതാണ്. വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തി നമ്മുടെ ഭക്ഷണ രീതിയും മാറ്റം വരുത്തേണ്ടതാണ്. വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് മുട്ടയുടെ മഞ്ഞ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മത്സ്യങ്ങൾ, പിന്നെ മഷ്റൂമിൽ ഇതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറക്കാവുന്നതാണ്. കുട്ടികളിലാണെങ്കിൽ കൂടുതലായിട്ടും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുക, പുറത്തുള്ള കളികൾ കൂടുതൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കൊരു പരിധിവരെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറക്കാൻ സാധിക്കും. വൈറ്റമിൻ ഡിയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേറൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.